കേരളത്തിൽ കാലവർഷം എത്തി. ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് 15 വർഷത്തിന് ശേഷമാണ്. 27-ന് കാലവർഷം എത്തുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ടിൻഡുദാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടിൻഡു, പ്രവചിച്ചതിനേക്കാൾ വളരെ വേഗം തന്നെ കാലവർഷം കേരളക്കര തൊട്ടിരിക്കുകയാണ്. മറ്റ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ദേവിക, ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പാണ് വരുന്നത്. 14 ജില്ലകളിൽ രണ്ട് ജില്ലകൾക്ക് റെഡ് അലേർട്ടും 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നേരത്തെ യെല്ലോ അലേർട്ടായിരുന്നു. ഇതിപ്പോൾ ഓറഞ്ച് അലേർട്ടായിട്ട് മാറിയിരിക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടരെയുള്ള തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 മണിക്ക് വന്ന മഴ മുന്നറിയിപ്പിലായിരുന്നു നേരത്തെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ടായിട്ടുള്ളത്. മൺസൂൺ കേരള തീരത്ത് എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ആദ്യ മഴ മുന്നറിയിപ്പിലെ മാറ്റമാണ്. അപ്പോൾ മഴ ശക്തമായി തന്നെ തുടരുമെന്നൊരു മുന്നറിയിപ്പാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് ലഭിച്ചത് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. വേനൽ മഴയുടെ അവസാന ഘട്ടമാണ് ആദ്യം ഈ മഴ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അത് 27-ാം തീയതിയോടുകൂടി മൺസൂണിലേക്ക് കടക്കുമെന്ന് IMDയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 16-ാം മണിക്കൂറിൽ ഏതാണ്ട് 8 ദിവസത്തിന് മുന്നേ സംസ്ഥാനത്ത് മഴ അല്ലെങ്കിൽ മൺസൂൺ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിനുള്ളിൽ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണും. KSDMA ആസ്ഥാനത്ത് അദ്ദേഹം ജില്ലാ റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അവലോകന യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴ മുന്നറിയിപ്പിൽ വരുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, വെതർകാസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയ മാറ്റങ്ങൾ വിശദമായി അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയായിട്ട് വരും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 30ഓളം വീടുകൾ ഭാഗികമായും 12ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 120-ലധികം റെസ്ക്യൂ ഓപ്പറേഷൻസുകളാണ് കഴിഞ്ഞ ദിവസം 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ളത്. വിവിധ ഫയർ യൂണിറ്റുകളിൽ നിന്നുമായിട്ടാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മഴ മുന്നറിയിപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മഴ ശക്തമാകും, മൺസൂൺ ശക്തമാകും, മുന്നേ ഇത്തരത്തിൽ മൺസൂൺ കേരള തീരത്തെത്തിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ പെട്ടെന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. രാവിലെ ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് റെഡ് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ 3 മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ലഭിച്ചിട്ടുള്ളത്. ഈ 3 ജില്ലകളും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ മാറ്റം വരുമ്പോൾ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 ജില്ലകൾക്ക് റെഡ് അലേർട്ടും 12 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്രമായിട്ടുള്ള മഴ 114 mm മുതൽ 224 mm വരെയുള്ള തുടർച്ചയായിട്ടുള്ള തുടർ സമയങ്ങളിലെ മഴ ലഭിക്കുമെന്നും ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേവിക.